ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 23 വെള്ളി, റമളാൻ 11. വാർത്തകൾ വായിക്കുന്നത് ബൽക്കീസ് സക്കറിയ. ഖത്തറിൽ കോവിഡ് മുക്തരായവർക്കും വാക്സിൻ എടുക്കാം. ഒരു ഡോസ് വാക്സിൻ എടുത്തു വരുന്നവർക്കും ക്വാറന്റീൻ നിർബന്ധം. യാത്രക്കാർക്കായി കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകി സൗദി അറേബ്യൻ എയർലൈൻസ്. മാസം തോറുമുള്ള ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ ഓപ്പൺ ഹൌസ് 29-ന്. ഒമാനിൽ ധാന്യം, ഇറച്ചി, എണ്ണ ഇനങ്ങൾക്ക് വില വർധനവ്. പഴം, പച്ചക്കറി വിലയിൽ കുറവ്. കുട്ടികളിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നുവെന്ന് ഖത്തർ ആരോഗ്യ വിഭാഗം ഡയറക്ടർ. കുവൈത്തിൽ ഈദുൽ ഫിത്തറിന് ശേഷം വാക്സിൻ എടുത്തവർക്ക് പ്രത്യേക ഇളവുകൾ നൽകിയേക്കുമെന്ന് റിപ്പോർട്ട്. അബുദാബിയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. മലയാളികളടക്കം 5 പേർ മരിച്ചു. കുവൈത്തിൽ കോവിഡ് രോഗികളിൽ 60% വിദേശികൾ. ബഹ്റൈനിൽ 3 പ്രവാസി തൊഴിലാളികളിൽ നിന്ന് 46 പേർക്ക് കോവിഡ്. സൗദിയിൽ ക്വാറന്റീൻ നിയമം ലംഘിച്ച് 10 കോവിഡ് രോഗികൾ അറസ്റ്റിൽ. ഗ്രീൻ രാജ്യങ്ങളുടെ പട്ടിക പരിഷ്കരിച്ച് അബുദാബി. സൗദിയിൽ തടവുകാർക്ക് കോവിഡ് വാക്സിൻ നൽകുന്നു. ബഹ്റൈനിൽ 1036 പേർക്ക് കൂടി കോവിഡ്, 7 മരണം. Al Raza, capturing your best moments. Alivia Medical Center, Al Mashaf near Grand Hypermarket. Wellness in reach. Nice water. Drink nice. Feel nice. Star Tech Store, Qatar's one-stop shop. വാർത്തകൾ വിശദമായി. കോവിഡ് മുക്തരായവർക്കും വാക്സിൻ എടുക്കാമെന്ന് ഖത്തറിലെ മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥർ. സുഖം പ്രാപിച്ച രോഗിക്ക് 3 മാസത്തേക്ക് കോവിഡ് പ്രതിരോധ ശേഷി ഉണ്ടാകും. എന്നാൽ രോഗിക്ക് പ്ലാസ്മ ചികിത്സ ലഭിച്ചിട്ടുണ്ടെങ്കിൽ വാക്സിനേഷൻ ലഭിക്കുന്നതിന് 3 മാസം കാത്തിരിക്കണമെന്നും പൊതുജനാരോഗ്യ മന്ത്രാലയത്തിലെ ഡയറക്ടർമാരിൽ ഒരാളായ ഡോക്ടർ ഹമദ് അൽ റുമൈഹി പറഞ്ഞു. ഇനി പ്ലാസ്മ ചികിത്സ ലഭിച്ചിട്ടില്ലെങ്കിൽ അസുഖം ഭേദമായതിനു ശേഷം ക്വാറന്റൈൻ കഴിഞ്ഞ് വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. സുഖം പ്രാപിച്ച രോഗിക്ക് 1 ഡോസ് മാത്രമേ നൽകേണ്ടതുള്ളൂ എന്ന് ചില പഠനങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. എങ്കിലും പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ നിലവിലെ പ്രോട്ടോകോൾ അനുസരിച്ച് കോവിഡ് മുക്തി നേടിയ വ്യക്തിക്ക് 2 ഡോസ് വാക്സിൻ നൽകുന്നതാണ്. അതേസമയം സ്വന്തം രാജ്യത്തു നിന്നും വാക്സിനേഷന്റെ 1 ഡോസ് മാത്രം എടുത്ത് ഖത്തറിലെത്തുന്ന ആളുകൾക്ക് ക്വാറന്റൈൻ വേണമെന്നതിനാൽ വാക്സിനേഷൻ പൂർത്തിയാക്കി ഖത്തറിലേക്ക് വരാൻ ഡോക്ടർ ഹമദ് അൽ റുമൈഹി നിർദ്ദേശിച്ചു. 1 ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ചു വരുന്നവർ ഖത്തറിലെ താമസക്കാരാണെങ്കിൽ 2ാമത്തെ ഡോസ് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. എന്നാൽ സന്ദർശക വിസയിലുള്ളവരാണെങ്കിൽ മുൻഗണന രാജ്യത്തെ പൌരന്മാർക്കും താമസക്കാർക്കുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെയ് 17 മുതൽ സൗദിയിൽ നിന്ന് അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കുന്നതാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകി സൗദി അറേബ്യൻ എയർലൈൻസ്. യാത്രക്കാർ യാത്രയ്ക്ക് തയ്യാറാവുന്നതിന് മുൻപ് ഉപാധികൾ പരിശോധിക്കണമെന്നാണ് പാസഞ്ചേഴ്സിനോടുള്ള സൗദി എയർലൈൻസിന്റെ നിർദ്ദേശം. കൂടാതെ സൗദിയിൽ നിന്ന് അന്താരാഷ്ട്ര യാത്രക്കുള്ള നിബന്ധനകൾ യഥാസമയം വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സൗദി അധികൃതരും മറ്റു രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിനു മുമ്പ് അറിഞ്ഞിരിക്കണമെന്നും ഇതിനായി വിവിധ രാജ്യങ്ങളുടെ പട്ടികയും നിർദ്ദേശങ്ങളും അടങ്ങുന്ന ലിങ്ക് നൽകിയിട്ടുണ്ടെന്നും യാത്രക്കാരോട് സൗദിയ വ്യക്തമാക്കി. ആവശ്യമായ അനുമതികളും സർട്ടിഫിക്കറ്റും നേടുന്നതിനു മുമ്പ് ഓരോ രാജ്യവും ഏർപ്പെടുത്തുന്ന ഉപാധികൾ അറിഞ്ഞിരിക്കണമെന്നും അതിനുശേഷം വേണം PCR ടെസ്റ്റും മറ്റും നടത്താനെന്നും സൗദിയ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം സൗദി അറേബ്യ നേരത്തെ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് മെയ് 17 മുതൽ സർവീസ് ആരംഭിക്കില്ലെന്ന് സൗദി എയർലൈൻസ് വ്യക്തമാക്കി. ഖത്തറിലെ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് ഈ മാസം 29-ന് നടക്കും. രാജ്യത്ത് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും സാധ്യമായ രീതിയിൽ പരിഹാര നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമായുള്ള ഇന്ത്യൻ എംബസിയുടെ ഓപ്പൺ ഹൌസ് നടക്കാറുള്ളത് മാസം തോറും അവസാനത്തെ വ്യാഴാഴ്ചയാണ്. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ labor.doha@mea.gov.in എന്ന ഇമെയിലിലേക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഇന്ത്യൻ അംബാസിഡർ ഓൺലൈൻ വഴിയാണ് ഓപ്പൺ ഹൌസ് നടത്തുക. ഖത്തറിലെ പ്രമുഖ മിനറൽ വാട്ടർ കമ്പനിയിൽ നിന്ന് ആകർഷകമായ പാക്കേജിൽ ഡെലിവറി ചാർജുകളില്ലാതെ വെള്ളം നിങ്ങളുടെ വീടുകളിലോ ഓഫീസുകളിലോ എത്തിക്കാൻ ബന്ധപ്പെടൂ 30093100 or visit us at nicewaterqatar.com. Nice water, drink nice, feel nice. ഒമാനിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പച്ചക്കറി വില 11.6% കുറഞ്ഞതായി സർക്കാർ റിപ്പോർട്ട്. പഴവർഗ്ഗങ്ങൾ, പാൽ, മുട്ട ഇനങ്ങൾ, കടൽ, ഭക്ഷ്യവിഭവങ്ങൾ എന്നിവയ്ക്കും വിലക്കുറവുണ്ടായി. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഇൻഫർമേഷൻ സെന്റർ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പഴവർഗ്ഗങ്ങൾക്ക് 2.95%, കടൽ ഭക്ഷ്യവിഭവങ്ങൾക്ക് 5.13% വില കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ റൊട്ടി, ഭക്ഷ്യധാന്യങ്ങൾ, ഇറച്ചി, എണ്ണ ഇനങ്ങൾ എന്നിവയ്ക്ക് വില വർദ്ധിച്ചു. ഖത്തറിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കുട്ടികൾക്കിടയിൽ കോവിഡ് വർദ്ധിച്ചതായി പൊതുജനാരോഗ്യ വകുപ്പിലെ ആരോഗ്യ സംരക്ഷണ സാംക്രമിക രോഗ നിയന്ത്രണ ഡയറക്ടർ ഡോക്ടർ ഹമദ് അൽ റുമൈഹി. നിരവധി ഘടകങ്ങൾ കുട്ടികളിലെ വൈറസ് ബാധ വർദ്ധിക്കാൻ കാരണമായെങ്കിലും ഏറ്റവും പ്രധാന കാരണം കുടുംബ സന്ദർശനങ്ങളായിരുന്നു എന്ന് നാഷണൽ പാൻഡമിക് പ്രിപ്പറേഷൻ കമ്മിറ്റിയുടെ കോ ചെയർ കൂടിയായ ഡോക്ടർ റുമൈഹി പറഞ്ഞു.
എന്നാൽ കുട്ടികൾ വീടിനു പുറത്ത് മാസ്ക് ധരിക്കാൻ പ്രോത്സാഹിപ്പിക്കണമെന്നും കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ ലഭിക്കാൻ അർഹതയില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കുവൈത്തിൽ ഈദുൽ ഫിത്തറിന് ശേഷം വാക്സിൻ എടുത്തവർക്ക് പ്രത്യേക ഇളവുകൾ നൽകിയേക്കുമെന്ന് കുവൈത്ത് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. പ്രവാസികൾക്കും സ്വദേശികൾക്കും ഇത്തരത്തിൽ നൽകേണ്ട ഇളവുകൾ ഈദിന് ശേഷമാണ് നിർണ്ണയിക്കുകയെന്ന് വാർത്തയിൽ പറയുന്നു. കൂടാതെ വിദേശത്തേക്കുള്ള യാത്രയും തിരിച്ചെത്തലുമടക്കം വാക്സിൻ എടുത്തവർക്കായി പരിമിതപ്പെടുത്താനാണ് ആലോചന. ഔദ്യോഗിക സേവനങ്ങൾ പൂർത്തിയാക്കൽ, താമസരേഖ പുതുക്കൽ, സർക്കാർ സ്ഥാപനങ്ങൾ, മാളുകൾ, പൊതുസ്ഥലങ്ങൾ തുടങ്ങിയവയിലെ പ്രവേശനത്തിലും വാക്സിൻ എടുത്തവർക്ക് പ്രത്യേക ഇളവുകൾ നൽകാനാണ് അധികൃതരുടെ ആലോചന. അതേസമയം ഈദിനു ശേഷം രാജ്യത്ത് നിലവിലുള്ള ഭാഗിക കർഫ്യൂ പൂർണ്ണമായും പിൻവലിക്കാനും ആലോചനയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങൾ ആ സമയം തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതാണ്. എന്നാൽ വാക്സിൻ എടുത്ത ജീവനക്കാരെ മാത്രമായിരിക്കും ജോലി ചെയ്യാൻ അനുവദിക്കുകയെന്നാണ് സൂചന. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽറാസ ഫോട്ടോഗ്രാഫി. 403-99877 or 666-14796. Alrasa, capturing your best moments. അബുദാബിയിലെ പടിഞ്ഞാറൻ പ്രവിശ്യയായ ഹലീബിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് തീപിടിച്ച് 5 പേർ മരിച്ചു. ഇതിൽ 2 മലയാളികളടക്കം 3 പേർ ഇന്ത്യക്കാരാണ്. മലപ്പുറം സ്വദേശി ഇബ്രാഹിം മഠത്തിൽ, ചാലിശ്ശേരി സ്വദേശി ചീരൻ സാമുവൽ, ഗുജറാത്തി സ്വദേശി പങ്കിൾ പട്ടേൽ എന്നിവരാണ് മരിച്ച ഇന്ത്യക്കാർ. 4 പേർ സംഭവസ്ഥലത്തു നിന്നും ഒരാൾ ആശുപത്രിയിലുമാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു സ്വദേശി അപകടനില തരണം ചെയ്തിട്ടില്ല. വ്യാഴാഴ്ച രാവിലെ 8:45 അസബിലെ താമസ സ്ഥലത്തു നിന്ന് ഹലീബിലെ ഓയിൽ ഫീൽഡിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ഇബ്രാഹിം ഓടിച്ച പ്രാഡോ ഉൾറോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് കയറവെ അമിത വേഗത്തിലെത്തിയ ലാൻഡ് ക്രൂയിസർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന് തീപിടിച്ചതാണ് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. മരിച്ചവർ L&T കമ്പനിയിലെ ജീവനക്കാരാണ്. അബുദാബി ബറാസായിദ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം നിയമ നടപടികൾ പൂർത്തിയാക്കി സംസ്കരിക്കും. കുവൈത്തിൽ കോവിഡ് ബാധിതരിൽ 60% വിദേശികളാണെന്ന് ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ ദിവസങ്ങളിലായി കോവിഡ് കേസുകൾ ഉയരുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പുതിയ കേസുകളുള്ളത് ഹവല്ലി ഗവർണറേറ്റിലാണ്. അഹമ്മദി, ഫവാനിയ, ജഹ്റ ക്യാപിറ്റൽ ഗവർണറേറ്റുകളാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിലുള്ളത്. അതേസമയം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗം പേരും വാക്സിൻ എടുക്കാത്തവരാണ്. എല്ലാവരും എത്രയും വേഗം വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്യണമെന്നും അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്ന സമയത്ത് നിശ്ചിത കേന്ദ്രത്തിലെത്തി വാക്സിൻ സ്വീകരിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുല്ല അൽ സനദ് പറഞ്ഞു. ബഹ്റൈനിൽ കോവിഡ് പോസിറ്റീവായ 3 പ്രവാസി തൊഴിലാളികളിൽ നിന്ന് രോഗം പകർന്നത് ജോലിസ്ഥലങ്ങളിലെ 46 പേർക്കെന്ന് ആരോഗ്യ മന്ത്രാലയം. 38 വയസ്സുള്ള പ്രവാസി തൊഴിലാളിയിൽ നിന്ന് 16 സഹതൊഴിലാളികൾക്കാണ് രോഗം ബാധിച്ചത്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണ് ഇവർ. മറ്റൊരു ക്ലസ്റ്ററിൽ 39-കാരനായ കോവിഡ് രോഗിയിൽ നിന്ന് 11 താമസ സ്ഥലങ്ങളിലുള്ള 16 പേർക്ക് രോഗം ബാധിച്ചു. ഇതിൽ 14 പേർക്ക് പ്രാഥമിക സമ്പർക്കം വഴിയും 2 പേർക്ക് ദ്വിതീയ സമ്പർക്കം വഴിയുമാണ് രോഗം പകർന്നത്. 54-കാരനായ പ്രവാസി തൊഴിലാളിയിൽ നിന്ന് 14 സഹതൊഴിലാളികൾക്ക് കോവിഡ് ബാധിച്ചു. ഇതിൽ 4 പേർക്ക് പ്രാഥമിക സമ്പർക്കം വഴിയും 10 പേർക്ക് ദ്വിതീയ സമ്പർക്കം വഴിയുമാണ് രോഗബാധയുണ്ടായത്. മന്ത്രാലയം പുറത്തുവിട്ട സമ്പർക്ക പരിശോധന പട്ടികയിലാണ് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. StarTech Store, Qatar's one-stop shop for mobiles, computers, electronic accessories and much more. For online purchase, visit www.startechstore.com. സൗദി അറേബ്യയിൽ ക്വാറന്റൈൻ നിയമം ലംഘിച്ച 10 കോവിഡ് രോഗികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജിദ്ദയിൽ നിന്നും അൽതായിഫിൽ നിന്നുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കോവിഡ് പോസിറ്റീവായ ശേഷവും ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ ലംഘിച്ചതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് മക്ക പ്രവിശ്യ പോലീസ് വക്താവ് അറിയിച്ചു. കോവിഡ് മഹാമാരിയെ നേരിടാൻ ഏർപ്പെടുത്തിയ മുൻകരുതൽ പ്രതിരോധ നടപടികളുടെ ലംഘനമാണിതെന്നും ഇവർക്കെതിരെ നടപടികളെടുത്ത് കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദിയിലെ നിയമപ്രകാരം ക്വാറന്റൈൻ നിയമം ലംഘിച്ചാൽ 2 ലക്ഷം റിയാൽ വരെ പിഴയോ 2 വർഷം തടവോ ഇവ രണ്ടുമോ ആണ് ശിക്ഷയായി ലഭിക്കുക. കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷ ഇരട്ടിയാക്കും. ഗ്രീൻ രാജ്യങ്ങളുടെ പട്ടിക പരിഷ്കരിച്ച് അബുദാബി. ക്വാറന്റൈൻ ആവശ്യമില്ലാതെ പ്രവേശനം അനുവദിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയാണിത്. 8 രാജ്യങ്ങളാണ് ഗ്രീൻ പട്ടികയിൽ പുതിയതായി ഉൾപ്പെട്ടത്. നിലവിലെ പട്ടികയിൽ നിന്ന് ഒരു രാജ്യത്തെയും ഒഴിവാക്കിയിട്ടില്ല. ഓസ്ട്രേലിയ, ഭൂട്ടാൻ, ബ്രൂണെ, ചൈന, ക്യൂബ, ഗ്രീൻലാൻഡ്, ഹോങ്കോങ്, ഐസ്ലാൻഡ്, ഇസ്രായേൽ, ജപ്പാൻ, മൗറീഷ്യസ്, മൊറോക്കോ, ന്യൂസിലാൻഡ്, പോർച്ചുഗൽ, റഷ്യ, സൗദി അറേബ്യ, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, സ്വിറ്റ്സർലാൻഡ്, തായ്വാൻ, തജിക്കിസ്ഥാൻ, UK, ഉസ്ബെക്കിസ്ഥാൻ എന്നിവയാണ് പുതുക്കിയ പട്ടികയിലുള്ള ഗ്രീൻ രാജ്യങ്ങൾ. ഓരോ രാജ്യത്തെയും കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം 2 ആഴ്ചയിൽ ഒരിക്കലാണ് പട്ടികയിൽ മാറ്റം വരുത്തുന്നത്. കർശനമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഗ്രീൻ ലിസ്റ്റിൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തുകയും ഒഴിവാക്കുകയും ചെയ്യുന്നതെന്ന് അധികൃതർ അറിയിച്ചിരുന്നു.
സൗദിയിൽ വിവിധ കേസുകളിൽ ദേശീയ സുരക്ഷാ ഏജൻസിക്ക് കീഴിൽ വിവിധ പ്രവിശ്യകളിൽ പ്രവർത്തിക്കുന്ന 5 ജയിലുകളിൽ കഴിയുന്ന തടവുകാരിൽ 68% പേർക്കും ഇതിനകം കോവിഡ് വാക്സിൻ നൽകിയതായി റിപ്പോർട്ട്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് തടവുകാർക്ക് വാക്സിൻ നൽകുന്നത്. വാക്സിൻ സ്വീകരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച അവശേഷിക്കുന്ന തടവുകാരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. പ്രത്യേക സമയക്രമം അനുസരിച്ച് ഇവർക്ക് വാക്സിൻ നൽകാൻ ശ്രമം തുടരുകയാണ്. തടവുകാരെ നിശ്ചിത ഗ്രൂപ്പുകളായി തിരിച്ചാണ് വാക്സിൻ നൽകുന്നതെന്നും വാക്സിൻ നൽകിയ ശേഷം ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്തിയാണ് പുതിയ ഗ്രൂപ്പുകൾക്ക് വാക്സിൻ നൽകുന്നത്. നിർബന്ധിതമായല്ല തടവുകാർക്ക് വാക്സിൻ നൽകുന്നത്. വാക്സിൻ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന തടവുകാർക്കെതിരെ ഒരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല. വാക്സിൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കാത്തവരിൽ നിന്ന് തങ്ങളാണ് വാക്സിൻ നിരസിക്കുന്നതെന്ന കാര്യം വ്യക്തമാക്കി സത്യവാങ്മൂലം വാങ്ങുന്നുണ്ട്. വാക്സിൻ സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തടവുകാർക്കാണെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. Alivia Medical Center, Al-Mashaf near Grand Hypermarket. Wellness in Reach. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടൂ 44412999. ബഹ്റൈനിൽ 1036 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 404 പേർ പ്രവാസി തൊഴിലാളികളും 35 പേർ യാത്രക്കാരുമാണ്. മറ്റ് 597 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. നിലവിൽ രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 10,606 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,213 പേർ രോഗമുക്തി നേടി. ഇതുവരെ രാജ്യത്ത് 1,56,981 പേർ കോവിഡ് മുക്തരായിട്ടുണ്ട്. 7 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതോടെ ആകെ മരണം 614. അതേസമയം 97 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഇന്നലെ 17,769 പേർ പുതുതായി കോവിഡ് പരിശോധന നടത്തി. 5.83% ഇന്നലത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ, ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 20 രൂപ 36 പൈസ. അൽസമാൻ എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിമിഷ നേരം കൊണ്ട് നാട്ടിലേക്ക് പണം അയക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും gulfmalayali.com സന്ദർശിക്കുക.